അയിലാണ് നിങ്ങൾ പറയുന്നത്. നമ്മുടെ വറുത്ത് കോരിയിട്ടുള്ള മറ്റേ മുളകല്ലേ, പ്യുവർ മീറ്റ്, ബ്യൂട്ടിഫുള്ളി കുക്ക്ഡ്, ബ്യൂട്ടിഫുള്ളി. മീൻ കേടുകൂടാതെ ഫ്രിഡ്ജിലാണെങ്കിലും ഫ്രീസറിലാണെങ്കിലും എങ്ങനെയാണ് പ്രോപ്പറായിട്ട് സൂക്ഷിക്കുക, അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അയലക്കുട്ടനെ പിടിച്ചില്ലേ, അതിനെ എങ്ങനെയാണ് പൊരിച്ചടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം. റെഡി ബൂപ്പാ. ഞാൻ എൻ്റെ പല വീഡിയോയിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് പഴതാക്കിയ മീൻ എന്ന് പറയുമ്പോൾ, ചേട്ടാ പഴതാക്കിയ മീനൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്, ഇവിടെ 10 ദിവസം പഴകിയ മീനാണ് കിട്ടണേ, ഞങ്ങൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ള മീൻ പഴതായിട്ടാണ് കിട്ടണേ, ഇതൊക്കെ പഴകിയതല്ലേ എന്ന് തെറ്റിദ്ധാരണ വരുന്നുണ്ട്. നമ്മുടെ ഒരു കോമൺ ചിന്ത എന്ന് പറയുന്നത്, ഫ്രിഡ്ജിൽ വെച്ച മീൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച ഇറച്ചി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും പെട്ടെന്ന് വിചാരിക്കുന്നത് ഫ്രീസറിൽ വെച്ച്. ഇതിന് മൊത്തത്തിൽ നമ്മൾ പറയുന്നത് ഒരു ഫ്രിഡ്ജ് എന്നാണെങ്കിലും ടിപ്പിക്കൽ നമ്മൾ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു വേർഡ് യൂസ് ചെയ്യണത് 5 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വെക്കണം തന്നെയാണ്. മറ്റേ നമ്മൾ ഡീപ്പ് ഫ്രീസർ എന്നാണ് പറയുക. നമ്മുടെ താഴെ വരുന്ന അല്ലെങ്കിൽ ഫ്രിഡ്ജുകളുടെ മുകളിൽ വരുന്ന അല്ലെങ്കിൽ ഐസ്ക്രീം ഒക്കെ എടുത്ത് വെക്കണത്. ഐസ്ക്രീം എടുത്ത് വെക്കുന്നതിൻ്റെ ഉള്ളിൽ മീൻ വെച്ചാൽ നമ്മൾ പഴകിയ ഇറച്ചി എന്ന് പറയില്ല കേട്ടാ. അതിനെ നമ്മൾ പ്രിസർവ് ചെയ്തിട്ടുള്ളതിനൊരു പഴക്കം ഉണ്ടെങ്കിലും അതിനെല്ലാം നമ്മൾ സാധാരണ പഴകിയ ഇറച്ചി എന്ന് പറയുന്നത് ഫ്രിഡ്ജിൽ വെച്ച് പഴകിയത്, അല്ലാണ്ട് പുറത്ത് വെച്ചിട്ട് പഴകിയത്. ഇപ്പോൾ ഉണക്കമീൻ പഴകിയതാണ് അങ്ങനെ നോക്കുമ്പോൾ, പഴയ ഇറച്ചിയാണ് ഉണക്കമീൻ അല്ലേ? അങ്ങനെയല്ല. ഇതിന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 5 ഡിഗ്രി അല്ലെങ്കിൽ 4 ഡിഗ്രി അല്ലെങ്കിൽ 2 ഡിഗ്രിയിൽ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വയ്ക്കുമ്പോൾ മൈക്രോബിയൽ ഗ്രോത്തിനെ നമ്മൾ റിട്ടാർഡ് ചെയ്യല്ല, ഒന്ന് കുറയ്ക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഡീഹൈഡ്രേറ്റ് ആവുന്ന പരിപാടിയാണ് നമ്മൾ പഴകിയെടുത്ത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും മീനിൻ്റെ ഫ്ലേവർ എൻഹാൻസ് ആവും, മറ്റേ മീറ്റെല്ലാം നല്ല ടെൻഡറായി കിട്ടുന്ന ഒരു രീതിയാണ്. ഇതൊരു നമ്മൾ മീറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ള അയിലയാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. ഇനി മറ്റുള്ള മീനുകളൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ കാട്ടിത്തരാം. ഇപ്പോൾ ഈ അയില ആക്ച്വലി നമ്മൾ പിടിച്ചിട്ട് ഇപ്പോൾ ഒരു 4 ദിവസമായിട്ടുണ്ട് കേട്ടോ. ചില്ലിപ്പിന്നിൻ്റെ ഉള്ള ഐസൊക്കെ ഇട്ട് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഏതാണ്ട് ഞാൻ ഇന്നലെ ഫ്രിഡ്ജിൽ ഇങ്ങനെയാണ് നമ്മൾ വെക്കുക. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇത് വെക്കുന്നത് അത്ര സേഫ് അല്ല. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഞാൻ നന്നായിട്ട് ഫ്രിഡ്ജ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് ഹൈലി റെക്കമെൻഡ് ചെയ്യണമൊന്നുമില്ല. ശരിക്കും നമ്മൾ ഇത് മെച്ചൂർ ചെയ്തെടുക്കുന്നത് നല്ല ഇതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഫ്രിഡ്ജിനുകളകത്തും അതുപോലെ തന്നെ മോയ്സ്ചറൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യണം. ഇറ്റ്സ് ഓക്കെ, നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. മീനിനെ മണത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഈ സ്കിന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എന്താണ് കാറ്റ് ഇങ്ങനെ പോകുന്നുണ്ട്, തണുത്ത കാറ്റ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്കിന്ന് ഡ്രൈ ആയ ഉണക്കമീനിൻ്റെ പോലെ വരുന്നുണ്ട്. കണ്ടത് ചുളിന്ന് കണ്ട. മോയ്സ്ചർ കുറവായതുകൊണ്ട് തന്നെ ഇത് കേടാവാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ ഈ ടച്ച് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് കണ്ട ഇവിടെ കുറച്ച് വെള്ളമുണ്ട്. എന്താ കാരണം? ഇവിടെ ഡ്രൈ ആവാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ കൂടുതൽ ദിവസം, അയില പോലെയുള്ള മീനൊക്കെ മാക്സിമം പോയ ഫ്രിഡ്ജിൽ ഒരു 3 അല്ലെങ്കിൽ 4 ദിവസം മെച്ചൂർ ചെയ്യേണ്ട കയറിലോട്ടോ. ഭയങ്കര വലിയ ഫിഷാണ്, നമുക്ക് കുറച്ചുകൂടി അധികം. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാൻ. തുണി താഴെ വെക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ കണ്ട ഇപ്പോൾ ഇതിൽ നിറഞ്ഞ പോലെ കണ്ടില്ലേ? അത്ര വേണ്ട, നമുക്ക് ഈ സ്പേസ് വേണം. കണ്ട ഇങ്ങനെയാണ് നമ്മൾ ഫ്രിഡ്ജിൽ മീൻ മെച്ചൂർ ചെയ്യുക. ഇങ്ങനെ വെച്ചിട്ട് ഒരു തുണി എടുത്തിട്ട് ഇതുപോലെ തന്നെ ഇതിനെ അടയ്ക്കുക. അപ് ടു 3 ദിവസം വരെ നമുക്ക് ഫ്രഷ് മീൻ സുഖമായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഒന്നും സംഭവിക്കില്ല. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ മീനിനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കഴുകി കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് വരും. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഉണ്ട്, ഇതിൽ ഏറ്റവും ഉണങ്ങിയ പോലെ ഇരിക്കുന്ന ഒരു മീൻ ഞാൻ വെള്ളത്തിൽ കഴുകിയിട്ട് ഇപ്പോൾ കൊണ്ടുവരാട്ടാ. വെള്ളമാക്കിയപ്പോൾ എന്തുണ്ടായി, അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളമായി ഒരു ഫ്രഷ് പോലത്തെ അയിലയാവും ചെയ്തു. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് മണോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഒരു അപ് ടു 3 ഡേയ്സ് വരെ നല്ല ഫ്രഷ് ആണെങ്കിൽ നമുക്ക് വെക്കാം. ഞാൻ ഇത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടാ. ഈ റാക്കിലാണ് ഞാൻ ഇന്നലെ നമ്മുടെ ഈ അയിലയും ഇവനെയും കൂടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ എപ്പോഴും മുകളിലല്ല വെച്ചെങ്കിൽ വേറെ ഫുഡ് ഇതിൻ്റെ മുകളിലേക്ക് വീഴാത്ത രീതിയിൽ വെക്കും. നമ്മൾ ഇന്നലെ പിടിച്ച ഇത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാട്ടിത്തരാം കേട്ടാ. കിങ് ഫിഷിനെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മറ്റുള്ള മീനുകളാണ് ഇരിക്കുന്നത്. ഇതിന് കണ്ട ഞാൻ ഫ്രിഡ്ജിൽ തുറന്നാണ് വെച്ചിട്ടുള്ളത്, റാപ്പ് ചെയ്ത്. ഇപ്പോൾ നോക്കി ഇത് ഇവിടുത്തെ ഒരു പിങ്ക് മ്യാവ് എന്ന് പറയുന്ന ഒരു മീനാണ് ഇത്. ഇതിൻ്റെ കണ്ട ആ എയർ അടിച്ച ഭാഗം നല്ല സുഖമായിട്ട് കാറ്റൊക്കെ കൊണ്ട് വെള്ളത്തിൻ്റെ അളവ് വെള്ളം എന്ന് പറയുന്ന സാധനമാണ് ഏറ്റവും കൂടുതൽ ബാക്ടീരിയയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന സാധനം, അല്ലെങ്കിൽ അവൻ മൾട്ടിപ്പിൾ ചെയ്യണ്. അപ്പോൾ നോക്കിയപ്പോൾ എന്താണ് നല്ല ഫ്രിഡ്ജിൻ്റെ കാറ്റ് ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഈ സാധനം കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് വരുന്ന ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് കണ്ടാമിനേഷനാണ്. ഇവിടുന്ന് മറ്റുള്ള നമ്മുടെ പല ഫുഡിലേക്കും ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് ഫ്രിഡ്ജിൽ ചെയ്യുന്നത് അത്ര നല്ല പരിപാടിയല്ല എന്ന് പറയണേ. ബട്ട് ഞാനത് ചെയ്യാറുണ്ട്, എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ഇതിൽ നമുക്കൊരു അപ് ടു 3 to 5 ഡേയ്സ് വരെ മീനിൻ്റെ സൈസ് വരെ വെച്ചിട്ട് ചെയ്യാം. പ്രിഫറബിളി ഞാൻ നിങ്ങളോട് പറയണില്ല, ഇങ്ങനെയാണ് ഞാൻ വെച്ചോളൂ. സോ മേക്ക് ഷുവർ ഇറ്റ്സ് ഇൻ ദ ഫ്രിഡ്ജ്, ഡീപ്പ് ഫ്രീസർ അല്ല, മറ്റുള്ള എല്ലാ സാധനങ്ങളും വെക്കുന്ന
ഫ്രിഡ്ജിൻ്റെ അകത്താണ് ഇത് വെക്കുന്നത്. ഡീ ഫ്രീസർ താഴെയാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫ്രീസ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ലിറ്ററലി നമ്മൾ മൈക്രോബിയൽ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അവന് ഡീഫ്രോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് തിരിച്ച് വരികയാണ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇനി ഇതേ നമ്മൾ ഫ്രിഡ്ജിൽ മെച്ചൂർ ചെയ്തെടുത്തിട്ടുള്ള മീനുകൾ നോക്കിയാൽ നല്ല ഉണങ്ങി നമ്മുടെ വറ്റ. നാട്ടിൽ ഈ വറ്റ കോമൺലി ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ GT-നെയാണ് കാണാറ്. ഇതിവിടെ കാണുന്ന വെള്ളി വറ്റയാണ്. അഗെയിൻ മറ്റേ മീനായിട്ട് കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന ഭാഗം നല്ല തിളങ്ങുന്ന ഭാഗമായിട്ട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. എന്നാൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെ കാറ്റ് കൊണ്ട ഭാഗം ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സൂപ്പർ വറ്റാണ് കേട്ടോ ഇത്. വെള്ളി വറ്റ എന്ന് പറയണ ഇത് ട്രവേലി എന്ന് ന്യൂസിലാൻഡിൽ പറയും. ഇത് വെച്ചിട്ട് നമുക്കൊരു പച്ച മീൻ സാലഡ് ഉണ്ടാക്കാം. വറ്റ പച്ച മീനിന് അടിപൊളിയാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫിഷ്. ഒരു അപ്രോക്സിമേറ്റ്ലി 2 കിലോ കഷ്ടി ഉണ്ടാവും കേട്ടോ ഇത്. ബ്ലൂ മ്യാവ് മ്യാവ് ഇതിൻ്റെയും കണ്ട വെള്ളം കൊണ്ട ഭാഗം ഷൈനി സിൽക്കി. അതിൻ്റെ ബ്ലൂ മ്യാവ് മ്യാവിൻ്റെ കളർ ബ്ലൂ തന്നെ ഇവിടെ ഉണ്ട്. മറ്റോടത്ത് കുറച്ച് കളർ ഫെയ്ഡായി പക്ഷേ ഉണങ്ങി കണ്ട. ഇനി ഇതാണ് ഗ്രാൻഡ് ഡാഡി ഹപ്പുക്ക. ഗ്രാൻഡ് ഡാഡി ഹപ്പുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഹമൂർ എന്നൊക്കെ പറയണ മീനില്ലേ, ഗ്രൂപ്പർ, അതിൻ്റെ മുതുമുത്തച്ഛൻ എന്നാണ് ഇതിനെ പറയണേ. ഇതിൻ്റെ മുകളിൽ നോക്കി നിങ്ങൾക്ക് ഭയങ്കര ഗൂയായിട്ടുള്ള സാധനമൊക്കെ കാണാൻ പറ്റും. ഭയങ്കര ഒരു നമ്മൾ ആ വീഡിയോയിൽ മീൻ പിടുത്ത വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു വികൃത രൂപമാണ് പിന്നെ കണ്ട. ദെൻ യു ഹാവ് സ്നാപ്പർ. അപ്പോൾ ഇനി നമ്മൾ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ ഞാൻ കൊണ്ടുവന്നിട്ട് ഇത് വീഡിയോ എടുക്കേണ്ട പർപ്പസിനായി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗട്ട് കളയാഞ്ഞത്. അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജിലാണ് വെക്കാൻ പോകണമെങ്കിൽ ഫ്രീസറിൽ വെക്കുകയാണെങ്കിലും ഈ വയർ പൊളിച്ചിട്ട് ഈ കുടലും ചള്ളയൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ വീഡിയോ പരിപാടി ആയി കാരണം ഇത് കളഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്നുള്ളൂ. വെരി കെയർഫുൾ. യു നീഡ് ടു റിമൂവ് ദ ഗട്ട്. പിങ്ക് മ്യാമ്യോ ദുക വെള്ളം ടച്ചായിട്ടുള്ള അല്ലെങ്കിൽ മറ്റേ മീൻ ടച്ചായിട്ടിരിക്കുന്ന ഭാഗം വെള്ളം നനഞ്ഞിട്ടും എന്നാൽ ടച്ച് ആവാത്ത ഭാഗം നോക്കിയേ എന്ത് ഉണങ്ങി സൂപ്പറായിട്ട് ഇരിക്കണത് നോക്കിയേ. അപ്പോൾ നമ്മൾ മീൻ അടക്കി വെക്കരുത്, തുറന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് കാറ്റ് കൊള്ളാവുന്ന രീതി. അപ്പോൾ ഗ്ലാഡ് റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റിനെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു മസ്ലിൻ ക്ലോത്തോ പഴയ ഒരു തോർത്തുകൊണ്ട് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുള്ളായിട്ട് ഫ്രിഡ്ജിൽ ചെയ്യാം. ഇനി നമുക്ക് ഫ്രീസറിലേക്ക് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനേക്കാൾ മുന്നേ നമുക്ക് ഈ മീനൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് അടുത്ത വീഡിയോയ്ക്ക് ഉള്ള പണിയും ഇതിൽ തീരും. അതിന് നമുക്ക് എന്നിട്ട് പാക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ അയില ഒന്ന് ജസ്റ്റ് ചേതമ്പലി കളഞ്ഞിട്ട് ഫില്ല് ചെയ്യുന്നതിന് മുന്നേ കൊണ്ട് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, അത് ഞാൻ കാണിക്കുന്നില്ലേ. ഈ അയിലയുടെ ക്വാളിറ്റി അത്ര സൂപ്പറല്ല. ക്വാളിറ്റി സൂപ്പറല്ല എന്ന് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ചീഞ്ഞ അയില എന്നല്ല ഉദ്ദേശിച്ച് ഈ അയിലേനെ നമ്മൾ ബെയ്റ്റ് ആയിട്ട് ഉപയോഗിച്ചതാണ്. കിങ് ഫിഷിനെ പിടിക്കാൻ നമ്മൾ അയിലേനെ ഉപയോഗിച്ചത്. അപ്പോൾ ഇതിനെന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ തലയുടെ അവിടെ ഹുക്ക് ഇട്ടിട്ട് കടലിൽ വിട്ടപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ അയില കിട്ടും. വലിയ ഐക്കോറനൊക്കെ പിടിക്കാനായിട്ട് ഈ അയിലേനെ ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ ഈ അയില ക്വാളിറ്റി വൈസ് ബെറ്റർ ആയിരിക്കില്ല. കാരണം ഇവന് ഫുള്ള് പേടിച്ച് ഞെട്ടി 2 മണിക്കൂർ നേരമൊക്കെ കടലിൽ ഈ ചൂണ്ടക്കുളത്തിൻ്റെ മുകളിൽ അഡ്രിനാലിനൊക്കെ വന്നിട്ട് വർക്ക് ചെയ്തതായതുകൊണ്ട് തന്നെ ദ ക്വാളിറ്റി ഓഫ് അയില അതുകൊണ്ട് നല്ലതല്ല. ഇതിൽ ഒരു അയില ഈ അയില നമ്മൾ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരുത്തനാ. ഇവൻ അവിടെ കടലിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ബക്കറ്റിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നവനായിരുന്നു. അപ്പോൾ ഇവനെ നമുക്കൊന്ന് പച്ചയ്ക്ക് കഴിച്ചു നോക്കാം. ഇതിൻ്റെ ക്വാളിറ്റി സോ ഗുഡ്. അപ്പോൾ ബാക്കിയുള്ള തന്നെ നമുക്ക് വറുത്തിട്ടടിക്കാം. ഇതിനെ ഫില്ല് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. അയിലനെ കാണിച്ചെടുത്തുകൊള്ളു ഒന്ന്. സോ ഈസി ടു ഡു അയില. എന്തൊരു സ്കില്ലല്ലേ എനിക്ക്. എടി ഞാൻ എൻ്റെ സ്കില്ലൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ അപ്പോൾ വേറെ ആൾക്കാരുടെ സ്കില്ലല്ലോ പറയണേ. തന്നെത്താൻ നീ കേട്ടിട്ടുണ്ടോ? തന്നെത്താൻ പുകഴ്ത്തുന്നവൻ തന്നെത്താൻ പുകഴ്ത്തപ്പെടുന്നു. അതാ അവർ ശരി മതം പലതും പറയും. നമ്മൾ പറയണ കാര്യമല്ലേ പറയണ്ടേ. ഓക്കെ, ദിസ് ബ്യൂട്ടിഫുൾ. എന്ത് ഭംഗിയാണ് നോക്കിയാൽ മീറ്റിൻ്റെ ഒരു പ്യൂരിറ്റി നോക്കിയാൽ നിങ്ങൾ. പ്യൂരിറ്റി മീറ്റ്സ് ഗോൾഡ്, ഗോൾഡ് മീറ്റ്സ് ലവ്ലിറ്റി. അങ്ങനെ സാധനമല്ലേ ഗോൾഡ് എന്നിട്ടത് മലബാർ ഗോൾഡ്. ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി അങ്ങനെ എന്തൊരു സാധനം ഉണ്ടല്ലോ. ഇനി ഈ മീനിൻ്റെ പ്യൂരിറ്റി ഞാൻ നിങ്ങൾക്ക് വീണ്ടും കാണിച്ചു തരാം. ഞാൻ അതിൻ്റെ സ്കിന്ന് കളയാണ്, ആ പച്ചയ്ക്ക് കഴിക്കണതിൻ്റെ മാത്രം. ഓക്കെ, ബ്യൂട്ടിഫുൾ. കണ്ട പാമ്പിൻ്റെ ഉള്ള പോലെ ആ സ്കിന്ന് ഊരി വന്നു. ഓക്കെ, ഇത് നല്ല സൂപ്പർ വീശി മീനാണ് ലോകേ. ഓക്കെ, ഞാൻ ഈ ബിറ്റർ പോർഷൻ കളയണില്ല. ഐ ഡോണ്ട് മൈൻഡ് ഈറ്റിംഗ് ദ വൺ. ഇനി നമ്മുടെ മീറ്റിൻ്റെ ക്വാളിറ്റി കാണണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു സ്ലൈസ് ഇങ്ങനെ എടുക്കട്ടോ. നിങ്ങൾ കണ്ടോട്ടാ അതിൽ നിങ്ങൾ പറയരുത്. Look at that. Look at the piece. How beautiful. How fresh. How oily. Look. ഒന്നുമില്ല ഉണ്ട്. പ്യുവർ മീറ്റ്. സോ ഗുഡ്. മെൽറ്റ് ഇൻ യുവർ മൗത്ത്. അടിപൊളിയാണ്. ഓക്കെ, ഇനി നമുക്ക് സോയ സോസ് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നോക്കി നിങ്ങൾ മീറ്റ് നോക്ക്, ഇതിൻ്റെ ഉള്ളു നോക്ക്. സച്ച് എ ബ്യൂട്ടിഫുൾ ഫിഷാണ്. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ എന്ന് വരുന്നതാണോ. ആൻഡ് ലുക്ക് അറ്റ് ദിസ് സോയ് സോസ് ഡിപ്പ്. ഓക്കെ, മിക്സ്. ദെൻ ആലുവ കഷ്ണം പോലെ മുറിഞ്ഞു പോകണം. ആലുവ
ബ്യൂട്ടിഫുൾ ഫിഷാണ് അതില റോ ഫിഷിന് ഭയങ്കര അടിപൊളിയാണ്. ഓക്കെ, ഇവിടെ ബാക്കി 1 2 3 4 5 പീസ് ഉണ്ട്. ഈ 5 പീസും നമുക്ക് നമ്മുടെ നാട്ടിൽ പൊരിക്കില്ലേ, അതിൽ പൊരിക്കില്ലേ, അതുപോലെ നമുക്ക് പൊരിച്ചടിക്കാം കേട്ടോ. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഈ ഇരിക്കണ മീനുകളുണ്ടല്ലോ, നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ മാറിയിരിക്കില്ലേ, നമ്മുടെ ട്രാവലി ഉണ്ട്, സ്നാപ്പർ ഉണ്ട്, ഇതൊക്കെ ഞാൻ കൂട്ടിയിട്ട് അടുത്ത ദിവസം ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അതിനെ ഞാൻ പ്രിസർവ് ചെയ്യാം. അതായത് ഫ്രീസറിൽ എങ്ങനെയാണ് നമുക്ക് മീൻ, നമ്മൾ കണ്ടിട്ടില്ലേ നാട്ടിൽ ഐസ് വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ നന്നായി കിട്ടും എന്നൊക്കെ പറയുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ അതിന് പകരം ഐസ് വെള്ളത്തിലല്ല, ഇതിൻ്റെ ശാസ്ത്രീയ വശം എന്താണെന്ന് പറയാം. അതിനേക്കാൾ മുന്നേ ഞാൻ ഈ മീനിൻ്റെ ഒക്കെ ചെതമ്പിൽ കൊണ്ട് ഒന്ന് കളഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരണ്ട. ഫില്ല് ജസ്റ്റ് കാണിച്ചാലൊക്കെ ഈ ഫില്ല് ചെയ്യണതൊക്കെ കാണാൻ നല്ല ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവില്ലേ. നേരത്തെ നമ്മൾ പൈലേന ചെയ്ത പോലെ തന്നെ വയറിൻ്റെ അവിടേക്ക് അധികം ശ്രദ്ധിക്കണ്ട കേട്ടോ. സോ കണ്ട ബ്യൂട്ടിഫുൾ മ്യാവ് മ്യാവ് പീസ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് അടുത്ത ദിവസം പിടയ്ക്കാനുള്ളതാണ്. സെയിം തിങ് അതർ സൈഡ്. ഈ വയറിൻ്റെ അപ്പിക്കുഴിയില്ലേ, അപ്പിക്കുഴിയുടെ തൊട്ട് മുകളിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ബാക്ടീരിയയും മറ്റേ ഫുഡും അതെ. ഇപ്പം 2 മ്യാവ് മ്യാവ് കിട്ടിയിട്ടുണ്ട്. മ്യാവ് മ്യാവ് ഇവിടെ ഇരിക്കട്ടെ. ഇനി ഇതേ നമ്മുടെ വറ്റ ഫില്ല് ചെയ്യാം. വറ്റയുടെ ഫില്ല് എടുക്കുന്നുണ്ട്, സ്കിന്നും കളയുന്നുണ്ട് കേട്ടോ. കാരണം ഇത് റോ ഫിഷ് ചെയ്യാനുള്ളതാണ്. വറ്റ റോ ഫിഷിന് അടിപൊളിയാണ്, എസ്പെഷ്യലി ഫ്രഷ് വറ്റ. ഇനി നമുക്ക് നമ്മുടെ വറ്റയുടെ തൊലിയും കൂടെ കളയണേ. ബ്യൂട്ടിഫുൾ കണ്ട. അഥവാ നമുക്കിനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ മുള്ളുണ്ട്, ഈ മുള്ളൊന്ന് കളയണം. ബ്യൂട്ടിഫുൾ പീസ്. ഇതൊക്കെ എടുത്ത വറ്റ. 1 more മുള്ള്. ഇതേ പോണു അനദർ മുള്ള്. ഈ കട്ടിങ് കൊണ്ട് പോവില്ല, കുഴപ്പമില്ല. Okay, so you got nice, beautiful 4 pieces. 1 2 3 4. കണ്ട പറ്റ കിട്ടിയില്ലേ. ഇനി നമ്മുടെ മറ്റുള്ള ഗ്രാൻഡ് ഡാഡി ഹപ്പുക്ക, നമ്മുടെ ബ്ലൂ മ്യാമ്യാവ്, അതുപോലെ തന്നെ നമ്മുടെ സ്നാപ്പർ, ഇതിന് ഞാൻ പെട്ടെന്ന് ഫില്ല് ചെയ്യുകയാണ്. കൂടുതൽ അത് കാണിക്കാൻ നിൽക്കണില്ലേ, സമയം ഒരുപാട് പോവും. ഓക്കെ, എന്നിട്ട് അതിനെ നമുക്ക് പാക്ക് ചെയ്യേണ്ടത് കാണിക്കാം കേട്ടോ. ഇതാണ് ഗ്രാൻഡ് ഡാഡി ഹപ്പുക്ക എന്ന് പറയുന്ന മീൻ. അതായത് നമ്മുടെ നാട്ടിലെ ഗ്രൂപ്പർ, പക്ഷേ ആക്ച്വലി ഇതിന് നമ്മുടെ ഹപ്പുക്കേനേക്കാളും ചെറിയ മീനാണ്. ഇതുകൊണ്ട് ഇരിക്കട്ടെ, ഗ്രാൻഡ് ഡാഡി കൂടിയായി. ഇനി നമുക്ക് നമ്മുടെ ബ്ലൂ മ്യാമ്യാവ്, നമ്മുടെ ട്രവേളി കഴിക്കണ അതേ ഭക്ഷണമാണ് ഈ ബ്ലൂ മ്യാമ്യാവും കഴിക്കുക. അപ്പം നമ്മുടെ വറ്റയുടെ തന്നെ അതേ ടേസ്റ്റുള്ള ഒരു മീനാണ് കേട്ടോ ഈ ബ്ലൂ മ്യാമ്യാവ്. നല്ല നമ്മുടെ ഈ നാട്ടിലെ ആവോലി എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ ഷെയ്പ്പും, എന്നാൽ ആവോലിയുടെ ഒക്കെ പോലെ തന്നെ നല്ല തിക്കുള്ള മീനാണ് ഈ ബ്ലൂ മ്യാമ്യാവ്. കണ്ട നമ്മുടെ ട്രാവേലിയുടെ, ഞാൻ ഇപ്പോൾ ട്രാവേലിയുടെ ഫില്ലെടുത്ത് കാണിച്ചത് കഴിഞ്ഞിട്ട്. അപ്പോൾ സെയിം ഫീഡാണ്, സെയിം ഭക്ഷണമാണ്. ഈ ക്രില്ലെന്ന് പറഞ്ഞിട്ടുള്ള ഈ ചെമ്മീൻ്റെ ഒരു ഒരു സാധനമുണ്ട്, ക്രില്ലെന്നതിൻ്റെ പേര്. ആ ക്രില്ലാണ് ഇവരുടെ മെയിൻ ഫീഡ്. അപ്പോൾ സോ നല്ല ഫേം ആയിട്ടുള്ള കണ്ട ഈ പീസും ട്രാവേലി പീസും കണ്ട ലുക്ക് സിമിലറാണ്, സെയിം ഫീഡാണ്, സെയിം ഭക്ഷണമാണ് ഒരു കഴിക്കുക. അപ്പോൾ ആ ഒരു സിമിലർ പ്രൊഫൈലാണ് ഇതിനുള്ളത്. കഴിഞ്ഞ ദിവസത്തെ കിങ് ഫിഷിൻ്റെ 2 മുട്ടയുണ്ട് ഇവിടെ. ഓക്കെ, അതെ ബ്യൂട്ടിഫുൾ മുട്ട. ഇനിയാണ് നമ്മൾ മീനിനെ കുറേ കാലത്തോളം, അതായത് അപ് ടു 1 year വരെ, 6 months ആണ് സേഫസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത്, എന്നാലും 1 വർഷം വരെ ഫ്രീസറിൽ, അതായത് -22 അല്ലെങ്കിൽ -15 ഐസ്ക്രീം വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ എങ്ങനെ കുറേ കാലത്തോളം എടുത്തു വയ്ക്കുക എന്നുള്ള ബെസ്റ്റ് മെത്തേഡ്. നമ്മൾ എപ്പോഴും കണ്ടിട്ടില്ലായിരിക്കും പച്ചവെള്ളത്തിൻ്റെ ഉള്ളിൽ മീൻ ഇട്ടിട്ട് വെച്ചാൽ മതി, കവറിൽ കെട്ടി വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഐഡിയകൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ദ ബെസ്റ്റ് വേ ഈസ് വാക്യൂം പാക്ക് മെഷീനാണ്. നമ്മൾ എന്താണ് ചെയ്യണത്, ഫിഷ് അല്ലാച്ചെങ്കിൽ മീറ്റ് എടുത്തിട്ട് ഈ പ്ലാസ്റ്റിക് കൂടിനകത്ത് വെച്ചിട്ട് ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് ഈ കൂടിനകത്തുള്ള കംപ്ലീറ്റ് എയറും സക്ക് ചെയ്തെടുത്തിട്ട് ഇതിനെ സീൽ ചെയ്യാണ് ചെയ്യണേ. എന്നിട്ട് ഫ്രീസ് ചെയ്യുക. ഫ്രീസറിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്, -22 ഡിഗ്രിയിൽ ഫ്രീസറിനകത്ത് നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തുറന്നു വെച്ചിട്ടുള്ള ഫിഷാണ് വെച്ചെങ്കിൽ ഈ കാറ്റ് ഇതിൻ്റെ സർഫസിൽ കൊള്ളുകയും ഉണങ്ങുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ കാറ്റത്ത് തുണി ഉണക്കണ പോലെ തന്നെ ഈ ഫിഷ് മുഴുവൻ ഡ്രൈ ആയിട്ട് ഇതിനൊരു ഫ്രീസർ ബേൺ എന്ന് പറഞ്ഞുള്ള സംഗതി ഉണ്ടാവും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വാക്യൂം പാക്ക് ചെയ്യുന്ന സമയത്ത് മുകളിൽ ഈ പ്ലാസ്റ്റിക് ലെയർ വരികയും എയറും ആയിട്ടുള്ള കോണ്ടാക്ട് ഇല്ലാണ്ടാവുകയും ചെയ്യുന്നത് കൊണ്ട് ഫ്രീസർ ബേൺ ഉണ്ടാവില്ല. നമ്മൾ വെള്ളത്തിൽ മീൻ എടുത്തിട്ട് ഫ്രീസറിൽ വെക്കുമ്പോൾ എന്താ സംഭവിക്കണേ, ഐസായി മാറിക്കഴിയുമ്പോൾ ഡയറക്റ്റ് ഈ കാറ്റും ഈ മീനും തമ്മിലുള്ള കോണ്ടാക്ട് ഇല്ലാണ്ടാവും. അതുകൊണ്ടാണ് മീൻ ഫ്രഷ് ആയിട്ടിരിക്കുന്നത്. ഇനി മീറ്റ് അല്ലെങ്കിൽ ഫിഷ് നമ്മൾ ഫ്രീസറിൽ തുറന്നു വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ടാമത്തെ പ്രശ്നമാണ് ഓക്സിഡേഷൻ. കാറ്റിൽ എന്താണുള്ളത്, ഓക്സിജൻ ഉണ്ട്.
ഓക്സിജനും ഈ മീറ്റും തമ്മിൽ കോണ്ടാക്ട് വരുന്ന സമയത്ത് ഇതിലുള്ള ഫാറ്റ് അല്ലാച്ചെങ്കിൽ പ്രോട്ടീനുമായിട്ട് കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ചിട്ട് ഇതിനകത്തുനിന്ന് ഒരു ഊത്തം മണം വരും. സ്പെഷ്യലി ഫാറ്റിന് നമുക്ക് അറിയാലേ, ഫാറ്റിന് ഓക്സിഡേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ കുറേ ദിവസം പുറത്തേക്ക് ഒരു കനച്ച പോലത്തെ ഒരു മണം വരും. ഈ മണം ഇല്ലാണ്ടാക്കാൻ എന്താ പറ്റുന്നത്? ഈ പ്ലാസ്റ്റിക് ബാഗിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാവില്ല. നമ്മൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുമ്പോഴും ഈ വെള്ളം ഐസായി മാറിക്കഴിയുമ്പോൾ ഓക്സിജനുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലാത്തത് കൊണ്ടാണ് മീൻ ഫ്രഷ് ആയിട്ടിരിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നത്. ഇനി മൂന്നാമത്തെ പ്രശ്നം പ്രോട്ടീൻ ഡീനേച്ചറേഷൻ എന്ന് പറയും. ഫിഷ് അല്ലെങ്കിൽ മീറ്റ് ഹൈ ഇൻ പ്രോട്ടീൻ ആണ്. ഈ പ്രോട്ടീന്റെ സ്ട്രക്ചറൽ ഘടനയ്ക്ക് മാറ്റം സംഭവിക്കുക. നമ്മൾ അത് കഴിഞ്ഞിട്ട് തോ ചെയ്യുന്ന സമയത്ത് ഈ മീറ്റ് എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ വെള്ള കളറിൽ ശൽക്കങ്ങളായി പിരിഞ്ഞിരിക്കുന്ന പോലെയൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സാധ്യത നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഐസാക്കി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവാനുള്ളത് കൂടുതലാണ്. കാരണം എന്താണ്? നമ്മൾ തോ ചെയ്യുക അല്ലെങ്കിൽ ഡീഫ്രോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ഐസ് മെൽറ്റ് ആയി തുടങ്ങി കൂടുതൽ നേരം ഈ വെള്ളത്തിൽ തന്നെ മീറ്റ് അല്ലെങ്കിൽ ഫിഷ് ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വാക്വം പാക്ക് ചെയ്തിട്ടുള്ള ഈ പാക്കറ്റ് നമ്മൾ തോ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് വെള്ളമായിട്ടുള്ള കോണ്ടാക്ട് വരുന്നില്ല. സോ നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് വാക്വം പാക്ക് മെഷീനാണ്. അപ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നാം, ചുമ്മാ കവറിനകത്ത് കെട്ടി വെച്ചാൽ പോലെ വാക്വം പാക്ക് ചെയ്യണമെന്ന്. നമ്മൾ കവറിനകത്ത് കെട്ടിയിട്ട് മീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടാവും, അതിനും ഈ സെയിം ഓഫ് മണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താ കാരണം? കവറിനകത്ത് ഓക്സിജൻ ഉണ്ട്, എയർ ഉണ്ട്, ഈ വക സാധനങ്ങളൊക്കെ ഉണ്ട്. അതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഫ്രീസ് ചെയ്യണത്. അതുകൊണ്ടാണ് കവറിനകത്ത് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ വാക്വം പാക്ക് ചെയ്യണത്. ബെസ്റ്റ് വേ, നിങ്ങൾക്ക് വാക്വം പാക്ക് മെഷീൻ മേടിക്കാൻ പറ്റുമെങ്കിൽ വാക്വം പാക്ക് മെഷീൻ യൂസ് ചെയ്യുക. അതല്ല വെച്ചെങ്കിൽ ദ സെക്കൻഡ് വേ മാത്രമായിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഐസാക്കിയതിന് ശേഷം മീറ്റിനെ ഫ്രീസറിനകത്ത് പ്രിസർവ് ചെയ്യുക. സോ ദ ബെസ്റ്റ് വേ ഈസ് വാക്വം പാക്ക് മെഷീൻ. ഇത് നല്ല സൂപ്പറായിട്ട് വാക്വം പാക്ക് വന്നില്ലേ? കണ്ട, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് യൂഷ്വൽ പ്രിസർവിങ് മെത്തേഡിനേക്കാളും. പക്ഷെ നമ്മൾ വീട്ടിൽ ഇതുപോലെ ഒരുപാട് മീനും ഇറച്ചിയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് 2 വലിയ ഡീപ് ഫ്രീസർ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് ഇതിനെ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നോക്കുമ്പോൾ ഇത് നമുക്ക് ഭയങ്കര ചീപ്പാണ്. ആൻഡ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു വാക്വം പാക്ക് മെഷീനിന് $400 വില വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കമ്പനിക്ക്. നാട്ടിൽ എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ വേറെ കൺട്രീസിൽ ഇത്ര വില ഈ മെഷീൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ, പറ്റുവെച്ചെങ്കിൽ മേടിക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അയില പൊരിക്കണ്ടേ? വളരെ സിമ്പിൾ പരിപാടിയാണ്. കുറച്ച് മീൻ മസാല, അതല്ലെങ്കിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു ലേശം വെള്ളം, പിന്നെ കുറച്ച് മൈദ, അതിട്ടിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മുടെ ഈ അയില മുക്കി ഞാൻ ഓയിലിൽ പൊരിച്ചെടുക്കണം കേട്ടോ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ഈസി പരിപാടിയാണ്. പൊട്ടിത്തെറിക്ക് ലാസ്റ്റത്തെ ബാച്ചിൽ ഞാൻ കുറച്ച് പച്ചമുളകും കരിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് ഇതിൻ്റെ ഒപ്പം വറുത്ത് കോരുന്നുണ്ട് കേട്ടോ. ദേ നമ്മുടെ അയില നല്ല സൂപ്പറായിട്ട് പൊരിഞ്ച് വന്നിരിക്കാറ്. ഞാൻ നമ്മുടെ ചോപ്പിംഗ് ബോർഡിൻ്റെ മുകളിൽ തന്നെ നമ്മുടെ അയില തന്നെ പ്ലേസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഹാവ് എ ലുക്ക് ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. വാ, ബ്യൂട്ടിഫുൾ. മിസ്സിങ് അതിൻ്റെ ആ കുഞ്ഞു പീസ് അത്. ഓ ക്രിസ്പി ആൻഡ് ലവ്ലി. ഓക്കെ, ഓഹോ, ചെറു പീസ് നമുക്ക് സൈഡിൽ വയ്ക്കാം. ഇനി നമ്മുടെ വറുത്ത് കോരിയിട്ടുള്ള മറ്റേ മുളകല്ലേ, അതിൻ്റെ മുകളിലേക്ക് ഇടാം. ഓക്കെ, സോ ഗുഡ്. ഇനി നമ്മുടെ നാട്ടിലെ ഉള്ളിപ്രയോഗമില്ലേ, കുറച്ച് ഉള്ളി ഇവിടുന്ന് ഉരുണ്ട് ഓടിപ്പോണ്ട് കേട്ടാ. ഓക്കെ, അതെ, നല്ല സൂപ്പർ മണം. ദെൻ ലെമൺ, ഓഫ് കോഴ്സ് ദർ ഇസ് എ ലെമൺ. ലുക്ക് അറ്റ് ദാറ്റ്, ബ്യൂട്ടിഫുൾ. നല്ല സൂപ്പർ മണം, നോക്കിയേ, ബ്യൂട്ടിഫുൾ. നൈസ്. ലാസ്റ്റ് നമുക്ക് കുറച്ചും കൂടി ഒരു ഉപ്പിൻ്റെ ഒരു ഇതാക്കണം കേട്ടോ മുകളിൽ. അപ്പോഴാണ് നല്ല ഫ്രഷ് ഫീൽ ഉണ്ടാവുള്ളൂ കേട്ടോ. കുറച്ച് പെപ്പറും, ബ്യൂട്ടിഫുൾ. നൗ യു സ്ക്വീസ് സം ലൈം. ലൈം ഈസ് ഓൾവേസ് ഗുഡ്. ഓക്കെ, ഞാൻ അവിടെ ഓഫ് കോഴ്സ് ഞാൻ തിന്നാൻ പോവാണോ ഗോൾഡ. പീസ് നോക്കിയേ, ഭയങ്കരമായിട്ട് മൊരിച്ചിട്ടില്ല, എന്നാൽ ഒരു ലേശം ദേ ക്രിസ്പി. ആ മൈദയുള്ള കാരണം ആ ക്രിസ്പി ഉണ്ട്, എന്നാൽ ആ മീറ്റ് ഇറ്റ് സെൽഫ് ലുക്ക് ബ്യൂട്ടിഫുള്ളി കുക്ക്ഡ്, ബ്യൂട്ടിഫുള്ളി. നല്ല നമ്മുടെ നാട്ടിലെ മണം കേട്ടാ. ഹോളി മോളി, ബെസ്റ്റായില്ല. ഞാൻ ന്യൂസിലാൻഡിൽ വന്നിട്ട് ഇവിടുന്ന് പിടിച്ച് കഴിച്ചത് കേട്ടോ, അല്ലെങ്കിൽ ആ ബ്രീഡിൽ വരുന്ന ഏതോ ഒരായില്ല. ഒരു കാര്യം കാണിക്കാം, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഞാനേ
നമ്മൾ കഴിഞ്ഞ ദിവസം പിടിച്ച ആ കിങ് ഫിഷ് ഇല്ലേ, ആ കിങ് ഫിഷ് കൊണ്ട് ഞാൻ റോ ഫിഷ് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ വാണ്ടറിങ് ഫുഡ് ഷെയ്നില്ലേ, പുള്ളി ഇവിടെ വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്താണ്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. Come on now, tasting time. ആദ്യം ഞാൻ ഇത് കഴിച്ചു നോക്കട്ടെ. കുറെ നാളായിരുന്നു റോ ഫിഷ് കഴിച്ചിട്ട്. ഇത് കഴിച്ചിട്ട് അഭിപ്രായം പറ. സോ ഗുഡേ. ഷെയ്ൻ കഴിച്ചിട്ട് പറയണേ, പുള്ളി ആദ്യമായിട്ട് ഇങ്ങനെ സാധനം കഴിക്കണ്ടെന്ന്. 3 സ്പൂണാ ഇരുത്ത് കഴിച്ച് പടക്കാന്ന്. കുറെ നാളായി ഇത് റോ ഫിഷ് കഴിച്ചിട്ട്. തല്ലുവോ? സോറി ഗായ്സ്, അവള് കുറെ കാലം റോ ഫിഷ് കഴിച്ചിട്ട്. നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? അത് കാരണം നല്ല ടേസ്റ്റ്. ഇപ്പൊ ഞാൻ ഒരു 3 സ്പൂണ് കഴിച്ചു. അതെ. വറുത്തതും പൊരിച്ചതും വെരി നൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയിലെങ്ങനെയുണ്ട്? മണക്കാവുന്നത് ക്രിസ്പി അയില കഴിക്കും. നീ അയലനെ കഴിക്കണേ. അയില അയല പണ്ട് ബാംഗ്ലൂർ മെസ് എന്ന് കഴിച്ചാണ് ലാസ്റ്റ്. You like it? Huh? Oh, love that. ഇത് നല്ല ടേസ്റ്റ്. നല്ല അയില കേട്ടോ, സൂപ്പർ അയില. ഉപ്പ് ഇതൊക്കെ നല്ല ബാലൻസ്. അയില എന്ന് പറയില്ലേ, പക്ഷെ ഒരു അയിലക്ക് ഒരു ബ്ലഡ് കട്ടിന്റെ ഒരു ഇതുണ്ട് ചെറുതായിട്ട്. ഇതിന് അതില്ല ആക്ച്വലി. ഈ മീനിന്റെ ശരിക്കുള്ള പേര് കൊഹേരു എന്നാണ്. നമുക്ക് അയിലയായിട്ടും അയില ചെമ്പാനൊക്കെ ആയിട്ട് തോന്നും. ഈ കണ്ണിന്റെ ഇപ്പുറത്തുള്ള കറുത്ത പുള്ളി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാവും ഇതല്ലാന്ന്. സെയിം സ്പീഷീസിൽ പെട്ടിട്ടുള്ള മീനാണെങ്കിലും ലോകത്ത് വേറെ എവിടെ ഇത് അവൈലബിൾ അല്ല കേട്ടാ. കൊഹേരു നമുക്ക് ന്യൂസിലാൻഡിന്റെ നോർത്തേൺ റീജിയണിൽ മാത്രമേ കാണുള്ളൂ. അയില കഴിഞ്ഞു, എല്ലാവർക്കും ഇഷ്ടമായി. അയില എനിക്ക് ഇഷ്ടമായി എന്നായിരിക്കും പറഞ്ഞത്. അപ്പൊ ചൂടിനൊന്നും പ്രശ്നമില്ല കേട്ടാ. ഇഷ്ടമില്ലാത്ത ഫുഡ് കൊടുത്തൊക്കെ ചൂട്, എരു, ചൈനീസ് നൂഡിൽ സോപ്പൊക്കെ ഉണ്ടാ. സോപ്പല്ലേ, ഷാമ്പു. അപ്പൊ അടുത്ത ദിവസം നമുക്ക് മാറ്റുള്ള വീണല്ലോ. അപ്പൊ അടുത്ത ദിവസം നമുക്ക് ബാക്കിയുള്ള മീനുകളൊക്കെ എന്താ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ട് ആ വീഡിയോ ആയിട്ട് വരട്ടെ. അപ്പൊ അതുവരെയും ബൈ ഫോർ നൗ. ബൈ ബൈ. ചോറ് തുടങ്ങിയ ചോറ് കുറച്ച് തൈ എടുക്ക്, ചോറും കുടയാം. കമോൺ, കുറച്ച് ആ മൈക്രോവേവിൽ ചോറ് എടുക്ക്, ചൂടാക്ക്. കുറച്ച് തൈര് കേട്ടോ, കുറച്ച് അച്ചാർ എടുക്ക്. ഇനി സാധനം ഫ്ലാഷ് ആക്ക്, അച്ചാർ എടുക്ക്. മോനെടുക്ക്. അച്ചാർ എന്തുവാ? നാരങ്ങയാ? അച്ചാർ കുക്ക് ചെയ്യാനല്ലേ പറഞ്ഞു. അയ്യോ, ഈ അയില കുറച്ച് അധികം പിടിക്കാൻ പറയായിരുന്നു. ഇതിൽ മുള്ളില്ലാത്തുണ്ട്. കമോൺ, എന്റെ പിങ്ങു നീക്കേ. തൈരും ചോറും കൂടി ഒരു പിടി എന്ന് പറഞ്ഞാണല്ലോ. ഓ, അത് നല്ല ഹോം മെയ്ഡ് തൈര്. ഉണ്ടാക്കണോ? അയിലില്ല മോളെ, മറ്റേ മീൻ വെച്ചിട്ടുണ്ടാക്കേണ്ടി വരും. സ്നാപ്പർ ഫുള്ളായിട്ടില്ല, നിർത്തിയതാ. താങ്ക് യു.